വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദിലീപിന്റെ കുമരകത്തെ ഭൂമി ഇടപാട് സർക്കാർ അന്വേഷിക്കുന്നു. കുമരകത്തെ പുറമ്പോക്ക് ഭൂമിയടക്കം വാങ്ങി മറിച്ചു വിറ്റുവെന്ന ആരോപണമാണ് റവന്യൂ വകുപ്പ് അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുമരകം വില്ലേജിലെ 12ാം ബ്ലോക്കിലെ 190ാം സർവേ നമ്പറിൽ പുറമ്പോക്കടക്കമുള്ള ഭൂമി ഹൗസ് ബോട്ട് ബിസിനസ് ലക്ഷ്യമിട്ടാണ് 2007 ദിലീപ് വാങ്ങുന്നത്. കായൽ തീരം ഉൾപ്പെടുന്ന കയ്യേറ്റ ഭൂമിയാണിതെന്നറിഞ്ഞിട്ടും സഹോദരൻ അനൂപായിരുന്നു ഭൂമി വാങ്ങാൻ നേരിട്ടെത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റീസർവേ അടക്കം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോഴാണ് ദിലീപ് സെന്റിന് 70,000 രൂപ നിരക്കിൽ വാങ്ങിയ 2.5 ഏക്കർ ഭൂമി സെന്റിന് 4,80,000 രൂപ നിരക്കിൽ മറച്ചുവിറ്റത്. പള്ളിച്ചിറ ഭാഗത്തും ദിലീപ് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും കുമരകം സ്വദേശി ഷൈൻ പറഞ്ഞു. 2005 ദിലീപ് കുമരകത്ത് സ്ഥലം വാങ്ങിക്കുന്നത്. ഏകദേശം 3 ഏക്കറോളം സ്ഥലമാണ് അദ്ദേഹം കുഞ്ചുമട റൂട്ടിൽ കുമരകം നവനസ്രത്ത് പള്ളിക്കും മുത്തന്നനട ദേവീക്ഷേത്രത്തിനും ഇടയിലായി കായൽ തീരത്തോട് ചേർന്ന് വാങ്ങിയിരിക്കുന്നത്. അക്കാലങ്ങളിൽ അയാൾ രാത്രികാലങ്ങളിൽ പലപ്പോഴും ഇവിടെ വരുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുമരകത്ത് പള്ളിച്ചിറയ്ക്ക് സമീപവും അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭൂമി വിൽപ്പന നടന്നെങ്കിലും ഇതിൽ കയ്യേറ്റ ഭൂമിയുണ്ടെന്ന് വില്ലേജ് അധികൃതർ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, മറച്ചുവിറ്റ ഭൂമിയിൽ സർക്കാർ ഭൂമിയുണ്ടെന്ന വിവരം ബന്ധപ്പെട്ടവർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ കോടതി സ്പെഷ്യൽ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചാണ് റവന്യൂ മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ പ്രധാന സാക്ഷിയാക്കും. സംഭവത്തിൽ മഞ്ജുവിന്റെ മൊഴി നേരത്തെ ADGP ബി സന്ധ്യ രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ നാദർഷ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. മഞ്ജു വാര്യരുമായുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണെന്ന കാരണത്താലാണ് നടൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു മുൻപ് മഞ്ജു വാര്യരെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ADGP ബി സന്ധ്യയാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തത്. വിവാഹബന്ധം തകരാനിടയായ കാര്യങ്ങൾ മഞ്ജു വിശദമായി സംസാരിച്ചുവെന്നാണ് വിവരം. കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും നടിയോട് ദിലീപിന് പക തോന്നാനുള്ള കാരണവും മഞ്ജു വിശദമായി വിവരിച്ചു. പിന്നീടായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതും മഞ്ജു വാര്യരായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം സിനിമാ താരങ്ങൾ ഒന്നാകെ നടിക്ക് പിന്തുണ അറിയിച്ചു കൂടിയ യോഗത്തിലാണ് മഞ്ജു ഗൂഢാലോചന എന്ന വാക്ക് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തതും. അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ മഞ്ജുവിനെ കേസിലെ പ്രധാന സാക്ഷിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസിന്റെ നിർമ്മാണം പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്ന പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകും. നിർമ്മാണം സർക്കാർ ഭൂമിയിലാണ് എങ്കിൽ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിൻ്റെ പരിശോധന നടത്താൻ 2013 അതിൻ്റെ ജില്ലാ കളക്ടറായിരുന്ന തൃശ്ശൂർ കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പരിശോധിച്ച് അതിനകത്ത് ഏതാണ്ട് 35 സെൻറ്റോളം വരുന്ന സ്ഥലം പുറമ്പോക്കാണ് എന്ന ഒരു നിഗമനത്തിലെത്തുകയും എന്നാലും അത് വർഷങ്ങളായി ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതാണെന്ന രീതിയിൽ അവർ ആ കാര്യത്തിലൊരു കർശനമായ നിലപാട് സ്വീകരിക്കാത്ത വിധമുള്ള നടപടിയുമാണ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ വിശദമായൊരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശ്ശൂർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. തൃശ്ശൂർ ജില്ലാ കളക്ടർ അതിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഇന്നലെ നൽകിയിരിക്കുകയാണ്. എന്നാൽ അവസാനമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് സർക്കാർ നിക്ഷിപ്തമാകേണ്ട ഭൂമിയാണ് എന്ന റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് സർക്കാർ അതിൻ്റെ നടപടി സ്വീകരിക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യം ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്ന് പൾസർ സുനി. കഥയുടെ പാതി മാത്രമേ ആയിട്ടുള്ളൂവെന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 1-ാം തീയതി വരെ നീട്ടി. സുനിയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് ഓഗസ്റ്റ് 1 വരെ നീട്ടിയത്. സുനിയുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും. ഇതേ കേസിലെ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്കൊപ്പം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് വാദം 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. അതേസമയം കേസിൽ കഥ പാതി വഴിയിലേ ആയിട്ടുള്ളൂവെന്ന് സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും പിടികൂടാൻ ആരാണുള്ളതെന്ന് ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്നും കോടതിയിൽ നിന്നും തിരികെ പോകുമ്പോൾ സുനി പ്രതികരിച്ചു. കേസിൽ ഇനിയും പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്ന് സുനിയുടെ അഭിഭാഷകൻ BA ആളൂരും വ്യക്തമാക്കി.
സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സുനിൽകുമാറിൻ്റെ ആവശ്യപ്രകാരം ഇന്ന് ഒരു ജാമ്യാപേക്ഷ നൽകിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന രഹസ്യമൊഴിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിയുമായി ഒന്നുകൂടി സംസാരിച്ച് പ്രതിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസങ്ങളിൽ രഹസ്യമൊഴിക്കുള്ള അപേക്ഷ നൽകുന്നതായിരിക്കും. കേസിൽ താൻ നിരപരാധിയാണെന്ന് സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവും കോടതി വിളിപ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കാക്കനാട് ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച 10ാം പ്രതി വിപിൻ ലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊഴിൽ തട്ടിപ്പ് കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിപിൻ ലാലിനെ അവിടെ എത്തിയാണ് പെരുമ്പാവൂർ CI ബൈജു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചുവെന്നാണ് സുനിയുടെ മൊഴി. പ്രതീഷ് ചാക്കോ ഇപ്പോൾ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BSP നേതാവ് മായാവതി രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചു. പശു സംരക്ഷണത്തിന്റെ പേരിൽ ദളിതരെ ആക്രമിക്കുന്നത് പാർലമെന്റ് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നേരത്തെ പിരിഞ്ഞു. അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളായ വെങ്കയ്യ നായിഡുവും ഗോപാൽകൃഷ്ണ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പശുവിന്റെ പേരിൽ ദളിതർക്കെതിരായ അക്രമങ്ങൾ ചർച്ച ചെയ്യണമെന്ന മായാവതിയും ഇതേ പ്രശ്നത്തിൽ കർഷകർ നേരിടുന്ന ദുരിതങ്ങൾ ചർച്ച ചെയ്യണമെന്ന് സീതാറാം യെച്ചൂരിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിഷയത്തിൽ സംസാരിച്ച മായാവതി ദളിതർക്കെതിരായ അക്രമങ്ങൾ BJP ഗൂഢാലോചനയെന്ന് കുറ്റപ്പെടുത്തി. വർഗീയ കലാപം ആളിക്കത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഇടപെട്ട ഉപാധ്യക്ഷൻ PJ കുര്യൻ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതായി പറഞ്ഞു. ഇത് മായാവതിയെ ചൊടിപ്പിച്ചു. സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കർഷകർക്കെതിരെയും വ്യാപകാക്രമണം നടക്കുന്നതായി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ രാജ്യസഭ പലതവണ നിർത്തിവെച്ചു. പിന്നീട് പിരിഞ്ഞു. സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങൾ കണ്ട മായാവതി രാജ്യഭീഷണി ആവർത്തിച്ചു. ഗുണ്ടാരാജും ജംഗിൾ രാജുമാണ് UPയിൽ നടക്കുന്നത്. തന്നെ നിശബ്ദയാക്കാൻ നോക്കുകയാണ്. എന്നാൽ UP തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയാണ് മായാവതി പ്രകടിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പ്രതികരിച്ചു. അതേസമയം NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ഗോപാൽകൃഷ്ണ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിയായത് അഭിമാനമായി തോന്നുന്നതായി വെങ്കയ്യ നായിഡു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. Now moving to a defined constitutional responsibility, I hope that I will be able to do justice. കേന്ദ്രമന്ത്രി പദം വെങ്കയ്യ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ 2 വകുപ്പുകൾ 2 കേന്ദ്രമന്ത്രിമാർക്കായി വിഭജിച്ച് നൽകി. വാർത്താ വിതരണം സ്മൃതി ഇറാനിക്കും നഗരവികസനം നരേന്ദ്ര തോമറിനും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിലും നഴ്സുമാരുടെ സമരം. സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റ് പ്രതികാര നടപടിയെടുക്കുന്നു എന്നാരോപിച്ചാണ് സമരം. ഗർഭിണികളോട് പിരിഞ്ഞു പോകാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന UNAയുടെ യൂണിറ്റ് തിരുവനന്തപുരം ജൂബിലി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരംഭിച്ചത്. അതോടെ മാനേജ്മെന്റ് പ്രതികാര നടപടികൾ ആരംഭിച്ചെന്ന് നഴ്സുമാർ ആരോപിക്കുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നതായും സമരക്കാർ ആരോപിച്ചു. ചാർട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറഞ്ഞു. സ്റ്റാഫ് വില്ലിംഗ് അല്ലായിരുന്നു. ഞങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതത്തില്ല, ഇത്രയും പേഷ്യൻ്റ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായിരുന്നാലും പേഷ്യൻസ് കെയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ എന്തായിരുന്നാലും ഫയല് കംപ്ലീറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ഗർഭിണികളായ നഴ്സുമാരോട് ജോലി രാജിവെച്ചു പോകാൻ ആവശ്യപ്പെട്ടതും നഴ്സുമാരുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചു. അതുപോലെ പ്രഗ്നൻസി ഇനി ഒരു സ്റ്റാഫിനെയും എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ പെർമനന്റ് ആക്കാതെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അവര് നിർഭാഗ്യവശാൽ അവർ ട്രെയിനികളായിരുന്നു ഇവിടുത്തെ. ഇപ്പോൾ 1-2 സ്റ്റാഫ് പ്രഗ്നന്റ് ആയവരടുത്തെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീവില്ല, നിങ്ങൾ റിസൈൻ ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നഴ്സുമാർ പ്രതിഷേധം ആരംഭിച്ചിട്ടും മാനേജ്മെന്റ് യാതൊരു ചർച്ചയ്ക്കും ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല. രോഗികൾക്ക് മരുന്ന് നൽകാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെയും സമരം തുടരാനാണ് നഴ്സുമാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബംഗളൂരു ജയിലിൽ കഴിയുന്ന AIADMK ജനറൽ സെക്രട്ടറി ശശികലയ്ക്ക് ജയിലിൽ സുഖവാസം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്ത്. ജയിൽ വസ്ത്രം ധരിക്കാതെ ഒരു ബാഗുമായി ജയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് സ്വതന്ത്രയായി നടക്കുന്ന ശശികലയുടെ വീഡിയോ ഒരു കന്നഡ ചാനലാണ് പുറത്തുവിട്ടത്.
ശശികലയ്ക്ക് ജയിലിൽ സുഖവാസമെന്ന് റിപ്പോർട്ട് നൽകിയ ഡിഐജി രൂപയെ വകുപ്പിൽ നിന്ന് മാറ്റിയ സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് രൂപയുടെ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ കന്നഡ ചാനൽ പുറത്തുവിട്ടത്. 2 കോടി രൂപ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകി സുഖസൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നെന്നാണ് രൂപയുടെ റിപ്പോർട്ട്. രൂപയെ സ്ഥലം മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ചിന്നമ്മയുടെ സുഖവാസം തെളിയിക്കുന്ന വീഡിയോ പുറത്തായത്. ചിന്നമ്മയ്ക്കായി ജയിലിൽ 5 സെല്ലുകളും അടുക്കളയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റു തടവുകാർക്ക് പ്രവേശനമില്ല. പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന അടുക്കളയിലെ കൗണ്ടറുകളിലൂടെയാണ് ശശികലയ്ക്ക് ഭക്ഷണം നൽകുന്നത്. കിടക്കാൻ പ്രത്യേക ബെഡുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് രൂപ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. വീഡിയോ കൂടി പുറത്തു വന്നതോടെ രൂപയെ സ്ഥലം മാറ്റിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കർഷകദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീതുമായി ദില്ലിയിൽ കർഷക മഹാറാലി. അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടെ 100-ലധികം കർഷക സംഘടനകളുടെ സംയുക്ത സമരവേദിയാണ് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചത്. 6 കർഷകർ വെടിയേറ്റ് മരിച്ച മധ്യപ്രദേശിലെ മൻസൂറിൽ നിന്നും ആരംഭിച്ച കിസാൻ മുക്തി യാത്ര കർഷക മഹാറാലിയോടെ ദില്ലിയിൽ സമാപിച്ചു. ഈ മാസം 7-ാം തീയതി മധ്യപ്രദേശിലെ മൻസൂറിൽ നിന്നും ആരംഭിച്ച കിസാൻ മുക്തി യാത്രയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മഹാറാലിയോടെ ദില്ലിയിൽ സമാപിച്ചത്. ജന്തർ മന്ദിറിൽ നടന്ന റാലിയിൽ 10,000-കണക്കിന് കർഷകർ അണിനിരന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടെ 100-ലധികം കർഷക സംഘടനകളുടെ സംയുക്ത സമരവേദിയായ അഖിലേന്ത്യാ കിസാൻ സംഘർഷ സമിതിയാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. CPIM MP-മാർ റാലിക്ക് ഐക്യദാർഢ്യവുമായെത്തി. കർഷകരുടെ അവകാശങ്ങൾക്കായി പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ത്രിപുരയിൽ നിന്നുള്ള CPIM MP ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. Now we will be pressing that to bring the legislation making the MSP as a compulsory, as a constitution right of the farmers. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഉൽപാദന ചെലവിന്റെ 50%-ലധികം താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മൊള്ള വ്യക്തമാക്കി. Comrades are there, all organization is आया है, all organization united, historical occasion and തുടർ സമരങ്ങളുടെ ഭാഗമായി അടുത്ത മാസം 9-ന് കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഭൂമി അധികാർ ആന്തോളൻ രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കർഷക റാലികൾ സംഘടിപ്പിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചെടുക്കാനുതകുന്ന കർഷക രോഷമാണ് ഇവിടെ ഇരമ്പിയത്. കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീത് നൽകുന്നതായിരുന്നു 10,000-ങ്ങൾ അണിനിരുന്ന കർഷക മഹാറാലി. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. വയനാട് ബാണാസുര സാഗർ ഡാമിൽ തോണി മറിഞ്ഞ് കാണാതായ 4 പേരെയും ഇന്ന് നടത്തിയ തെരച്ചിലിലും കണ്ടെത്താനായിട്ടില്ല. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ തെരച്ചിലിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതിനിടെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനം നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു. ഫയർഫോഴ്സ് ഇന്ന് രാവിലെ 7 മണി മുതൽ തിരച്ചിൽ തുടങ്ങി. പിന്നാലെ സന്നദ്ധ പ്രവർത്തകരും ഡാമിലിറങ്ങി. എന്നിട്ടും കാര്യമായ പുരോഗമനമുണ്ടായില്ല. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. 4 പേരെയും കാണാതായ തുരുത്തിൽ നിന്നുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രദേശം സന്ദർശിച്ചു. തിരച്ചിൽ നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തിരച്ചിൽ നടത്തും. അതിനാവശ്യമായ ഏർപ്പാടുകളൊക്കെ ഗവൺമെന്റ് ചെയ്യും. പിന്നെ ഉദ്യോഗസ്ഥ പോലീസിന്റെ അധികാരികളുണ്ട്, ഫയർഫോഴ്സിന്റെ ആളുകളുണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. വൈകുന്നേരത്തോടുകൂടി സ്ഥലത്തെത്തിയ നാവികസേനയുടെ പ്രത്യേക വിഭാഗവും ബാണാസുര സാഗർ ഡാമിലെത്തി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ ഇറക്കി നാളെ തിരച്ചിൽ ഊർജിതമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്. റോട്ടറി സൈബർ സിറ്റിയുടെ 2017-18 വർഷത്തെ ഭാരവാഹികളെ കോഴിക്കോട് നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്തു. RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG വിഷ്ണുവാണ് പുതിയ പ്രസിഡന്റ്. സെക്രട്ടറിയായി അപർണജിയും ട്രഷററായി RK രാഗേഷും ചുമതലയേറ്റു. കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ മുഖ്യ അതിഥിയായി.